സംടൈംസ് നോ ട്രേഡ് ഇസ് ദ ബെസ്റ്റ് ട്രേഡ് എന്ന് പറയും. അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് വലിയ മൂവ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ട്രേഡും തന്നെ ഷെയർ ചെയ്യുന്നില്ലായിരുന്നു. കഴിഞ്ഞ ദിവസമാണെങ്കിലും ഇത് നമ്മുടെ അലേർട്ട് കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ പറഞ്ഞു, അതായത് ഓഗസ്റ്റ് 6 ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു മാത്രമേ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളായിരുന്നു. ഒരു ട്രേഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഈ സെയിം ഒരു മെസ്സേജ് തന്നെ എനിക്ക് അയക്കാനായിട്ടുള്ളായിരുന്നു. ആദ്യമേ ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു, ബട്ട് ഒരു മൂവ്മെന്റോ കാര്യം തന്നെ ഇല്ലായിരുന്നു. ലൈവ് നമ്മൾ എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 വരെ പോകുന്നുണ്ട്. ഇന്നും പോയിട്ടുണ്ടായിരുന്നു, ബട്ട് ഒരു ട്രേഡും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ അലേർട്ട് കമ്മ്യൂണിറ്റിയിൽ നമ്മളത് ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഓൾമോസ്റ്റ് ഒരു 4:45 ക്രൂഡ് ഓയിൽ ഒരു എൻട്രി വരാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. 5 മണി കഴിഞ്ഞു ആ ഒരു ട്രേഡ് വന്നപ്പോഴത്തേക്ക്. ബട്ട് എന്നാൽ അതിന് മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹേ ട്രേഡേഴ്സ് ബി റെഡി, വി വിൽ ഷെയർ എ കമ്മ്യൂണിറ്റി ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ 5 മണിയായപ്പോൾ ആ ഒരു ട്രേഡ് കൊടുത്തു. ഓൾമോസ്റ്റ് 175 180 എൻട്രി എടുത്തു. 200 ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ട് അത് ഇപ്പോഴും ഇങ്ങനെ കടന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂവ്മെന്റ് തന്നെയാണ്. ക്രൂഡ് ഓയിലാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലൊരു പുഷ് അവിടെ തന്നിട്ടുണ്ട്. കറന്റ് എല്ലാവരും പ്രോഫിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റി എങ്ങനെ നമുക്ക് അടുത്ത ദിവസത്തേക്ക് പ്രിപ്പയർ ചെയ്ത് നോക്കാം എന്നുള്ളത്. ലെറ്റ്സ് സീ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നിഫ്റ്റിയിലോട്ട് നമുക്ക് ആദ്യമേ ജമ്പ് ചെയ്യാം. എങ്ങനെ ആയിരിക്കാം ഇത് റിസൾട്ട് തരുന്നത്? ഇപ്പോഴും ഇന്നലെ സൈഡ് വേസ് ആയിരുന്നു, ഇന്നും സൈഡ് വേസ് ആയിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തന്നെ പറഞ്ഞു ഇന്ന് വലിയ മൂവ്മെന്റ് ഇനി കാണില്ല എന്നുള്ളത്. കാരണം അവിടെ മൊമെന്റം ഒട്ടുമില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കിവിടെ ഒരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെറ്റർ നാളെ ഒരു ബെയർ സൈഡിലോട്ടാണ്. ഗ്ലോബൽ മാർക്കറ്റ് നല്ല പ്രശ്നത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത് നാളെ നമുക്ക് ഈ ഒരു സെർട്ടൻ ലെവൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ 23,900 താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ബെയറിഷ് ആകാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബുള്ളിഷ് ആകാം. 24,390 80ക്ക് മുകളിൽ 24,380ക്ക് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ബുള്ളിഷ് ആകാം. ബട്ട് അവിടെ 1% മാത്രമേ റിസ്ക് എടുക്കാവുള്ളൂ. വേറൊന്നുമില്ല, സിമ്പിൾ സ്ട്രാറ്റജി ആയിരിക്കും, ഗ്യാപ്പ് ഫില്ലിംഗ് സ്ട്രാറ്റജി ആയിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 24,680 വരെ പോകാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. ഇതുപോലെ തന്നെ നമുക്കൊന്ന് നിഫ്റ്റി ബാങ്ക് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ലെറ്റ്സ് സേ നിഫ്റ്റി ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഈ ഒരു ലെവല് 49,700 താഴെ വരികയാണെങ്കിൽ ബെയറിഷ് ട്രേഡ് എടുക്കാനായിട്ടും, അതുപോലെ തന്നെ ഓൾമോസ്റ്റ് 50,750ക്ക് മുകളിൽ 50,750 മുകളിലാണെങ്കിൽ നമുക്ക് ബുള്ളിഷ് ആകാൻ പറ്റും. ഇവിടെയും ബുള്ളിഷ് ആവുകയാണെങ്കിൽ 1% മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാവുള്ളൂ. ഗ്യാപ്പ് ഫില്ലിംഗ് സ്ട്രാറ്റജിയിൽ 51,300 വരെ, അതായത് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ട്രേഡ് എടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത നമുക്ക് ഫിൻ നിഫ്റ്റി ചെക്ക് ചെയ്ത് നോക്കാം. ഫിൻ നിഫ്റ്റി മിഡ് ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. കുറേ അധികം സ്റ്റോക്സ് നമ്മൾ ഇപ്പോൾ അനലൈസ് ചെയ്യാതിരിക്കുക, ഇല്ല അനാവശ്യമായ ട്രേഡ് എടുത്ത് ലോസിൽ പോകാതിരിക്കുക. പെട്ടെന്ന് ഇന്ന് ലൈവിൽ നിന്ന് ആസ്റ്റഡിയം ദെൻ ഹ്യൂമൻസ് ഇന്ത്യ കുഴപ്പമില്ലാത്ത ട്രേഡുകൾ ഇൻട്രാഡേയിൽ പറയുന്നുണ്ടായിരുന്നു. ബട്ട് നമ്മുടെ അലേർട്ട് കമ്മ്യൂണിറ്റി ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു. ശരി തന്നെയാണ്, ലൈവിൽ ഇരുന്ന് പറയുക മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും നിങ്ങൾ നമ്മുടെ അലേർട്ട് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ജസ്റ്റ് 999 rupees ഒരു മാസത്തേക്ക് മാത്രമാണ്. നേരെ ഓടിപ്പോയി ജോയിൻ ചെയ്യുക. ഓക്കെ, ഫിൻ നിഫ്റ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം സിറ്റുവേഷൻ നിൽക്കുകയാണ്. നമുക്കൊരു 22,500 താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ ബെയറിഷ് ആകാനും, അതേസമയം ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ 22,986 ലെറ്റ്സ് സേ 23,000 മുകളിൽ വരികയാണെങ്കിൽ ബുള്ളിഷ് ആകാം, അതും 1%. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യണം, പോസിറ്റീവ് കോറിലേഷൻ ഉണ്ടെങ്കിൽ. എന്തുകൊണ്ട് ഇച്ചിരി കൂടുതൽ ഞാനിവിടെ പോസിറ്റീവ് കോറിലേഷൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2-3 റെസിസ്റ്റൻസ് ലെവൽ ഉണ്ട്. ലീസ്റ്റ് റെസിസ്റ്റൻസ് പാത്ത് ആയിരിക്കണം നമ്മൾ എപ്പോഴും നോക്കേണ്ടതായിട്ടുള്ളത് ബുള്ളി സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്കും. അതുകൊണ്ട് ഇവിടെ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് കറന്റ് അതൊന്ന് മാറ്റി വെക്കാവുന്നതാണ്. പോസിറ്റീവ് കോറിലേഷൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കണം ഫിൻ നിഫ്റ്റി നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളത്. ആൻഡ് ഫൈനലി മിഡ് ക്യാപ്പ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ മിഡ് ക്യാപ്പിൽ നമുക്ക് അത്യാവശ്യം ചെറിയൊരു ബുൾ റൺ പോലെ ചെറിയൊരു മൂവ്മെന്റ് തന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ ഗ്യാപ്പ് ഫില്ലിംഗ് സ്ട്രാറ്റജി കൺസിഡർ ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഓൾമോസ്റ്റ് ഫിൽഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇതും പോസിറ്റീവ് കോറിലേഷൻ ഉണ്ടെന്നാണെങ്കിൽ മാത്രം ലെറ്റ്സ് സേ 12,600 മുകളിൽ വരികയാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാം. ബെയറിഷ് സൈഡിലോട്ട് നല്ലൊരു ഫോൾ ഉണ്ട്. സോ ബെറ്റർ മിഡ് ക്യാപ്പിൽ നാളെ ഒന്ന് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും. അപ്പോൾ നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റി നമുക്ക് നാളെ കീപ്പ് ചെയ്ത് വെക്കാം. അതിൽ നിഫ്റ്റിയും നിഫ്റ്റി ബാങ്കും കുഴപ്പമില്ല, സെക്കൻഡ് പ്രിഫറൻസ് ആയിട്ട് നമുക്ക് ഫിൻ നിഫ്റ്റി കൊടുക്കാം. അപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നാളെ വ്യാഴാഴ്ചയാണ്, നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്.
അപ്പോൾ എന്താ നിഫ്റ്റി നമുക്ക് ഇച്ചിരി ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ബാങ്ക് ഫസ്റ്റ്, സെക്കൻഡ് നിഫ്റ്റി, തേർഡ് ഫിൻ നിഫ്റ്റി ആൻഡ് ലാസ്റ്റ് നമുക്ക് മിഡ് ക്യാപ്പും കൊടുക്കാവുന്നതാണ്. വേറെ എന്തെങ്കിലും സ്റ്റോക്സിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നാളെ രാവിലെ 9 മണിയാകുമ്പോൾ വരിക, ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ഏൺ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ, ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാൻ മറക്കരുത്. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3 വരെ നമ്മൾ ലൈവായിട്ട് ട്രേഡ് ചെയ്യുന്നതിന് ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റിൽ. അതുമാത്രമല്ല ഇടയ്ക്ക് സർപ്രൈസ് ആയിട്ടൊക്കെ സഡൻ ആയിട്ടൊക്കെ നമ്മൾ ലൈവ് വരാറുണ്ട്. അതറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടണം. അതുമാത്രമല്ല ഫോറക്സ്, ക്രിപ്റ്റോ, സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻവെസ്റ്റ്മെന്റ്സ്, മ്യൂച്വൽ ഫണ്ട്സ്, SIPs ഇതിനെപ്പറ്റി എല്ലാം തന്നെ നമ്മൾ വീഡിയോസ് ആഡ് ഓൺ ചെയ്യുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നാളെ രാവിലെ 9 മണിയാകുമ്പോൾ കാണാവുന്നതാണ്.